അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇന്ത്യയോട് ഇറാൻ. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിലെത്തിയത്. അതോടനുബന്ധിച്ചാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആർ ജയശങ്കറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്തത്. അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ലെന്നും അവർ ചതിയന്മാരാണെന്നും ഏതൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാലും ആ കരാർ വ്യവസ്ഥ ലംഘിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് സമാധാനം ഒരു ഭാഗത്ത് യുദ്ധം നടത്തുകയും ചെയ്യും, ഒരു കരാർ വ്യവസ്ഥയും കൃത്യമായ രീതിയിൽ പാലിക്കുകയില്ല എന്നുള്ളത് തങ്ങൾക്ക് പല ഘട്ടത്തിലും ബോധ്യമായതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ ഈ വിദേശകാര്യമന്ത്രിയെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഇന്ത്യ ഒരുക്കിയത്. ഉപരോധങ്ങൾക്ക് ഇറാൻ വഴങ്ങില്ലെന്നും യുദ്ധവും കെടുതിയും കണ്ട ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇറാൻ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ചരിത്രപരമായ രീതിയിൽ ഇറാനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലുള്ള പരാജയമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശത്രു രാജ്യങ്ങൾക്ക് മാത്രം നിലവിലെ സാഹചര്യത്തിൽ ഉപരോധമുള്ളൂ, അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, ഈ മേഖലയിലൂടെ സ്വതന്ത്രമായ രീതിയിൽ കടന്നു പോകുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് മാത്രമല്ല അവർക്ക് സുരക്ഷ ഒരുക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി പറഞ്ഞു. അഥവാ ഈ വിഷയം പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ആർ ജയശങ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാക വഹിച്ച 2 കപ്പലുകൾ ഹോർമുസ് കടൽ തീരത്ത് വെച്ച് കടലിൻ്റെ ഭാഗത്ത് വെച്ച് ബോട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സൈനികരോ മറ്റോ വെടിവെക്കുകയുണ്ടായി. അതിൽ ഒരു കപ്പലിന് കേടുപാട് സംഭവിക്കുകയും ഒരു കപ്പൽ ഹോർമുസ് കടലിൽ കടന്നതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയാണ് അബ്ബാസ് അറാഗ്ചി ചെയ്തത്. ഏത് തരത്തിലാണ് അത്തരം ആക്രമണ കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് തങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സൗഹൃദ രാജ്യം എന്ന കാരണത്താൽ ഒരിക്കൽ പോലും ആക്രമിക്കുകയില്ല എന്ന് തങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുകൂടിയാണ് ശങ്കറിനോട് പറയപ്പെട്ടത്. 2026 സെപ്റ്റംബർ മാസത്തിലാണ് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇവിടെ ചേരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് വിദേശകാര്യ മന്ത്രിമാരുടെ പ്രത്യേക യോഗമാണ് ഡൽഹിയിൽ ചേർന്നത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി എത്തിയത്. ആർ ജയശങ്കറുമായിട്ട് ഏകദേശം 15 മിനിറ്റിലധികം ഒരു ഘട്ടത്തിലും പിന്നീട് അരമണിക്കൂറിലധികം സംസാരിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇപ്പോഴത്തെ എല്ലാ സംഭവ വികാസത്തെക്കുറിച്ചും അവർ പ്രതിപാദിക്കുകയും ചർച്ച ചെയ്യുകയും ഇപ്പോഴത്തെ ഇറാൻ്റെ അവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യ ഇറാൻ സൗഹൃദ ഉടമ്പടിയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണ പരസ്പരം കൈമാറുന്ന ഒരു സംവിധാനങ്ങൾ വരാൻ പോകുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് ഇറാൻ പറഞ്ഞു. അതിൻ്റെ കൂടി ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് എത്തിയത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഹോർമുസ് ആക്രമണവും ഇറാൻ്റെ നാവിക കപ്പൽ കൊച്ചിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അഥവാ ഹോർമുസിൽ ഇന്ത്യയുടെ കപ്പൽ ആക്രമിക്കപ്പെടുക അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുക എന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഇന്ത്യ ഇറാനോട് സംസാരിക്കുന്നു. മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ നാവിക കപ്പൽ കൊച്ചിയിലെത്തി വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കി എന്ന് പറയുന്നത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വലിയ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മടങ്ങുന്ന സമയത്താണ് ശ്രീലങ്കയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ഭാഗത്ത് വെച്ച് അമേരിക്ക ആക്രമിക്കുകയും മൈനുകളാൽ സ്ഫോടനം നടത്തിക്കൊണ്ട് കപ്പൽ തകർക്കുകയും ചെയ്തു. 60-ലധികം ഇറാനികൾ കൊല്ലപ്പെട്ട ഒരു ആക്രമണമായിരുന്നു. അതൊരു സൈനിക കപ്പലല്ലായിരുന്നു, നാവിക എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ എത്തിയതായിരുന്നു. ആ കപ്പലിനെയാണ് ഇറാൻ ആക്രമിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രാധാന്യമായ രീതിയിൽ അവർ ചർച്ച ചെയ്തത് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. കാര്യം ബ്രിക്സ് ബൃഹത്തമായിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും അതിന് വലിയ രീതിയിലുള്ള സഹകരണ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ അടിസ്ഥാനത്തിൽ ഉണ്ടാവണമെന്ന് അബ്ബാസ് അറാഗ്ചിയും ആർ ശങ്കറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർ ജയശങ്കറും പരസ്പരം ഒരു ഉപാധി അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ പറയുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇതാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ബ്രിക്സിൻ്റെ രാജ്യങ്ങൾ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക 1, 2, 3, 5 രാജ്യങ്ങൾ. പിന്നീട് അതിന് ശേഷമാണ് പുതിയ രാജ്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ട് അതിൽ എത്യോപ്യ ഉണ്ട്, ഇറാനുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, UAE ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ
9 രാജ്യങ്ങളാണ് ബ്രിക്സ് മായിട്ട് ബന്ധപ്പെട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ വലിയ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി, അതായത് ഏകീകൃത കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ഇതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കൈമാറ്റം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കിയിട്ട് വലിയ മാറ്റങ്ങൾ രാജ്യങ്ങൾക്കിടയിലും രാജ്യത്തിൻ്റെ പുറത്തും ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. ഏകീകൃത കറൻസി ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിൽ വിനിമയം നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള മൂല്യ ഉയർച്ച ഉണ്ടാകും എന്നുകൂടി കണക്കൂട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയെന്ന് പറയുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര വാർത്ത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കാര്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിച്ചത്. ചൈന സന്ദർശിച്ചതിന് ശേഷം മറ്റൊരു വിദേശ രാജ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയിലാണ് എന്നൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയും ചൈനയും. അപ്പോൾ ഈ രാജ്യം സന്ദർശിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധം, ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൃത്യമാണ്. പല ഘട്ടത്തിലും ഈ മേഖലകളിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ഇറാനെ വിമർശിക്കുകയും എതിർക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും ഇന്ത്യ ഈ കാര്യത്തിൽ മൗനമാണ് പാലിച്ചത്. ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായ സമയത്തും ഇന്ത്യ ഏറെക്കുറെ മൗനം പാലിക്കുകയും നേരിട്ട് വന്ന സമയത്ത് പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. അതിന് മേലിൽ ഇനി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ മേഖല തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾ കടന്നു പോകുന്ന സമയത്ത് തങ്ങൾക്ക് അതിൽ സന്തോഷം മാത്രമാണ് ഉള്ളത് എന്ന് ഇറാൻ പറഞ്ഞതായിരിക്കുന്ന വിവരവുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം അവരിപ്പോൾ സൈലൻ്റ് ആണ്. കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. തങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥയില്ലാതെ ഇത് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല, കാര്യം ഇനിയും ഉണ്ടാവും. 2025 തങ്ങൾ ആക്രമിച്ചു, 2025 ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി 2027 ആക്രമിക്കില്ലെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? എല്ലാ കരാർ വ്യവസ്ഥയും അവർ ലംഘിക്കും. കരാർ വ്യവസ്ഥ ലംഘിച്ച് 300-ലധികം പാലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 20ഓളം രാജ്യങ്ങളാണ് ആ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടത്. ആ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട് വളരെ കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഗസക്കാർക്ക് നേരെ അല്ലെ പാലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഈ ഒരു രാജ്യവും പ്രതിരോധിച്ചില്ല, പ്രതിഷേധിച്ചില്ല, എതിർപ്പ് പറഞ്ഞില്ല. പിന്നെ ഈ കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. അമേരിക്ക പോലും മൗനം പാലിച്ചു. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, രണ്ടാമത് പറയപ്പെട്ട ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും കരാർ ലംഘിച്ചുകൊണ്ട്, ഒരു കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അത് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലോട് ആക്രമണം നടത്തിയത്. ഒരു ദിവസം മരണപ്പെട്ടത് 32 പേരാണ്. ഇപ്പോൾ ശാന്തമാകാനുള്ള കാര്യം വലിയ രീതിയിൽ തിരിച്ചടി നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഏകദേശം 10-ലധികം സൈനികർ ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലാണ് എന്ന് സംശയിക്കുന്നു. 4 പേരുടെ ഫോട്ടോ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നതും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒറിജിനൽ ആണെങ്കിൽ അപ്പോൾ 10-ലധികം ആളുകൾ ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ കൈവശത്തിലായ സമയത്ത് പിന്നീട് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവരുടെ കുടുംബക്കാരും ബന്ധക്കാരും സർക്കാരിനെതിരെ നടത്തുന്നു. അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വലിയ പ്രയാസമുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേൽ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള അക്രമം ഇപ്പോൾ അവസാനിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ആ സൗഹൃദ ബന്ധം എല്ലാ കാലത്തും നിലനിൽക്കണം. ഇറാന് വേണ്ടിയിട്ട് ഇന്ത്യയാണ് ഒരു സീപോർട്ട് തന്നെ ഇറാൻ്റെ അകത്ത് പണി കഴിപ്പിച്ച് കൊടുത്തത്. ഒരു തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇറാൻ്റെ ആവശ്യം ഇന്ത്യ അംഗീകരിക്കുകയും ഇന്ത്യയുടെ തൊഴിലാളികൾ പോയിട്ടാണ് അവിടെ ഒരു തുറമുഖം പൂർത്തീകരിക്കുകയും ചെയ്തത്. മാത്രമല്ല ഇപ്പോഴും 100 ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇന്ത്യ ഇറാൻ സൗഹൃദത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള ഒരു ബന്ധത്തെ അടയാളപ്പെടുത്തുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വരാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളും ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ടായിരിക്കുന്ന പ്രയാസവും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഇറാൻ്റെ കപ്പൽ മടങ്ങുന്ന സംബന്ധിച്ച് ഷിയയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർവ്വ മേഖലയും പരാമർശിച്ചുകൊണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.